എല്ലാവർക്കും വണ്ടിക്കാരൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഹോർണറ്റിൻ്റെ പുതിയ വണ്ടി ഹോർണറ്റ് 2.0 റിവ്യൂ ചെയ്യാനായിട്ടാണ് വന്നേക്കണത്. അപ്പോൾ നമുക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്തത് ആലുവയിലെ ATS ഹോണ്ടയാണ്. അപ്പോൾ വണ്ടി കഴിഞ്ഞ ദിവസമായിരുന്നു വണ്ടിയുടെ ലോഞ്ചും കാര്യങ്ങളൊക്കെ. നമുക്കിന്ന് വണ്ടി റിവ്യൂ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്ന് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പുതിയ ഹോർണറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടാണ് നമ്മൾ നോക്കണേ. അപ്പോൾ ആദ്യം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ എല്ലാവരെയും കണ്ണു പോകുന്നത് UST-യിലേക്കായിരിക്കും. ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് UST4 തന്നെ. KTM ഒഴികെ വേറൊരു വണ്ടികളും UST4 വന്നിട്ടില്ല. അപ്പോൾ ഈ ഗോൾഡൻ ഫിനിഷുള്ള UST4 വണ്ടിക്ക് നല്ല രീതിയിൽ തന്നെ ലുക്ക് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വണ്ടിയുടെ ലൈറ്റുകളെല്ലാം തന്നെ ഇൻഡിക്കേറ്റർ ആയാലും ഹെഡ്ലൈറ്റ് ആയാലും ടെയിൽ ലൈറ്റ് ആയാലും എല്ലാം LED ആക്കിയിട്ടുണ്ട്. പിന്നെ പാനൽസിനൊന്നും വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടില്ല. എൻജിനും കാണുമ്പോൾ വലിയ ഡിഫറൻസ് നമുക്ക് തോന്നത്തില്ല. ഏകദേശം പഴയൊരു ഹോർണറ്റിൻ്റെ തന്നെ എൻജിനും കാര്യങ്ങളൊക്കെ വന്നേക്കണേ. എൻജിൻ്റെ അടിയിൽ ചെറിയൊരു ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ബോഡി കളർ തന്നെയാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ സൈലൻസർ ആയാലും ബോഡി പാനൽസൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസുകളുള്ളൂ, അല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് ഡിഫറൻസ് വന്നേക്കണത് സീറ്റിലാണ്. സീറ്റ് സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട്. പഴയ ഹോർണറ്റിൽ സിംഗിൾ സീറ്റായിരുന്നു. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ എക്സ് ഷേപ്പുള്ള ആ ഒരു ടൈൽ ലൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് LED ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ബാക്കിലെ നമ്പർ പ്ലേറ്റിൻ്റെ ചെറിയൊരു ലൈറ്റൊക്കെ ബാക്കിലേക്ക് ഇറങ്ങിയിരിക്കുന്ന സെറ്റപ്പൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ പഴയ ഹോർണറ്റിന് ഒരു ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. അത് നമ്മൾ ബാക്കിൽ ഇരുന്നവർക്കറിയാം, മുകളിലേക്ക് കയറുമ്പോൾ ഈ ക്യാമറയിലും ചെറുതായിട്ട് കാല് തട്ടുന്നൊരു അവസ്ഥ വരാറുണ്ട്. ഇതും ഒരു സെയിം ആ ക്യാമറയിൽ തന്നെ വന്നേക്കണേ. പിന്നെ ഇതിൻ്റെ സാരി ഗാർഡും കാര്യങ്ങളൊക്കെ സെയിം പഴയ ഹോർണറ്റ് തന്നെയാണ്. ഫൂട്ട് റെസ്റ്റ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയൊക്കെയാണ് ലുക്കിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. അതുപോലെ തന്നെ എൻജിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 184cc ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻജിനിൽ നല്ല രീതിയിൽ അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ട്. 8500 RPM 17 PS പവറും 6000 RPM 16 Nm ടോർക്കാണ് വന്നിരിക്കുന്നത്. വണ്ടിയുടെ എൻജിൻ ഒരു എയർ കൂൾഡ് എൻജിനാണ്. അതുപോലെ തന്നെ ഗിയർ ബോക്സ് 5 സ്പീഡ് ഗിയർ ബോക്സാണ്. പിന്നെ bs6 ആയതുകൊണ്ട് തന്നെ FI ആണ് എൻജിൻ. മീറ്ററിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ മീറ്റർ LCD ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ് വന്നേക്കണേ. അപ്പോൾ അതിൽ ടാക്കോമീറ്റർ, ഓഡോമീറ്റർ, പിന്നെ ട്രിപ്പ് A, ട്രിപ്പ് B, പിന്നെ ബാറ്ററിയുടെ വോൾട്ട് കാണിക്കുന്നുണ്ട്. അതൊരു പുതിയ ഫീച്ചറാണ്. അതുപോലെ തന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട് കേട്ടോ. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ നല്ല നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ്. കാരണം ഇതിൽ ക്ലച്ച് റിലീസ് ചെയ്യണതിന് മുമ്പ് തന്നെ ഗിയർ പൊസിഷൻ കാണിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ നമുക്ക് ഉപകാരപ്പെടും. പിന്നെ ടൈം, അങ്ങനെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മീറ്റർ കാണാനും മീറ്ററിൻ്റെ ഈ ഒരു ഭാഗം കാണാൻ അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കീ ഇടുന്ന ഹോളും കാര്യങ്ങളൊക്കെ ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കിൽ സ്വിച്ച് ഹോണ്ടയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു അപ്ഡേഷനാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആക്സിൽ കേബിളൊക്കെ ഡ്യൂവലാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹസാറിൻ്റെ സ്വിച്ച്, സെൽഫ് സ്വിച്ച്, ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മും ബ്രൈറ്റും, അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, പിന്നെ ഹോൺ, ഒരു പാസ് സ്വിച്ച് കൂടി, പാസ് ലൈറ്റിൻ്റെ സ്വിച്ച് കൂടി കണ്ടിട്ടോ ഇവിടെ. അപ്പോൾ UST4 ഷോവയുടെ UST4 വന്നിരിക്കണേ. ബ്രേക്കിൻ്റെ കാര്യം പറയുമ്പോൾ പെറ്റൽ ഡിസ്ക് കേട്ടോ. ബാക്കും ഫ്രണ്ടും പെറ്റൽ ഡിസ്ക്കാണ്. സിംഗിൾ ചാനൽ ABS ആണ്. അതുപോലെ തന്നെ ടയർ സൈസൊക്കെ പഴയൊരു ഹോർണറ്റിൻ്റെ സെയിം ടയർ സൈസാണ്. 110/70, ബാക്ക് സൈഡ് 140/70. അപ്പോൾ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി 12 ലിറ്ററാണ് വരുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സോസ് നോട്ടൊക്കെ നല്ല വൃത്തിയുള്ളൊരു സൗണ്ട് കേട്ടോ. അതുപോലെ തന്നെ എൻജിൻ നോയ്സും നല്ല റിഫൈൻഡ് ആയിട്ടുണ്ട്. പഴയ ഹോർണറ്റിൽ എൻജിൻ നോയ്സൊക്കെ ചെറുതായിട്ട് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഹോണ്ടയുടെ പാരമ്പര്യം നിലനിർത്തിയെന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ എൻജിൻ റിഫൈൻഡ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന് ടയറുകൾ നോക്കുകയാണെങ്കിൽ ടയറുകൾ മാക്സിസിൻ്റെ ടയർ വരുന്നുണ്ട്, MRFൻ്റെ സാപ്പർ ടയർ വരുന്നുണ്ട്. കളർ വേരിയൻ്റ് അനുസരിച്ച് മാറുന്നുണ്ട് ടയർ. ഇതിൻ്റെ UST4 നല്ല കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ ഓടിക്കുമ്പോൾ. അതുപോലെ തന്നെ പഴയ ഹോർണറ്റിലായാലും നല്ല റൈഡിങ് കംഫർട്ടായിരുന്നു. ഈ വണ്ടിയിലപ്പോൾ റൈഡിങ് കംഫർട്ട് കുറച്ചുകൂടെ കൂടിയുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ മൈലേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മൈലേജ് ഏകദേശം 45 എബോ ഒക്കെ ടൂർ ചെയ്യുമ്പോൾ കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ
വണ്ടിയുടെ പവർ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. പഴയ ഹോർണറ്റ് നമുക്ക് ഓടിക്കുമ്പോൾ കോർണറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പവർ ഡ്രോപ്പ് തോന്നാറുണ്ട്. പക്ഷേ ഈ വണ്ടിയിൽ അതില്ല. ഈ വണ്ടിയിൽ നല്ല രീതിയിൽ തന്നെ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. NS200 ഒരു പവർ ഇല്ലെങ്കിലും അത്യാവശ്യം വേണ്ട ഒരു പവറുണ്ട്. ടൂർ ചെയ്യാനായിട്ട് ബെസ്റ്റ് വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം നമുക്ക് മെയിൻ്റനൻസ് വളരെ കുറവുള്ളൊരു ബ്രാൻഡ് തന്നെയാണ് ഹോണ്ട. കംഫർട്ടും അതുപോലെ തന്നെ നല്ലൊരു അപ്രൈറ്റ് പൊസിഷനൊക്കെയാണ് ഹോർണറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ടൂർ ചെയ്യാനായിട്ട് നല്ലൊരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ഒരു വണ്ടി തന്നെയാണ് ഹോർണറ്റ്. അതുപോലെ തന്നെ ഗിയർ ബോക്സ് നോക്കുകയാണെങ്കിൽ 5 സ്പീഡാണ് ഗിയർ ബോക്സ്. അതേപോലെ 6 സ്പീഡ് ഗിയർ ബോക്സ് വന്നിട്ടില്ല അതുവരെ. 5 സ്പീഡാണെങ്കിലും ഉള്ള ഗിയറുകളൊക്കെ നല്ല പക്ക തന്നെയാണ്. കാരണം ഫാൾസ് ന്യൂട്രൽസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും വണ്ടിക്കില്ല കേട്ടോ. ഒട്ടും തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല. റേഡിയേറ്ററോ അല്ലെങ്കിൽ ഓയിൽ കൂളിങ്ങോ അങ്ങനത്തെ സിസ്റ്റമൊന്നുമില്ല. എന്നാലും വണ്ടിക്ക് ഹീറ്റിംഗ് ഇഷ്യൂ ഈ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് തോന്നിയില്ല. വണ്ടി ഒറ്റ വേരിയൻറ്റിലാണ് വരുന്നത്. അതുപോലെ തന്നെ 4 കളറുകളും വണ്ടി വരുന്നുണ്ട്. ബ്ലൂ, റെഡ്, ബ്ലാക്ക്, ഗ്രേ അങ്ങനെ 4 കളറിലാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ വില വരുന്നത് ഓൺ റോഡ് പ്രൈസ് ഏകദേശം 1,60,000 വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് വിലയും കാര്യങ്ങളൊക്കെ അറിയേണ്ടവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആലുവയിലുള്ള 80s ഹോണ്ടയുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ അതിനകത്ത് വിളിച്ച് എൻക്വയറി ചെയ്യാവുന്നതാണ്. വണ്ടി 0 to 100 സിമ്പിളായിട്ട് കയറി പോട്ടോ. അതുപോലെ തന്നെ ഒരു 90-100 നൈസായിട്ട് ടൂർ ചെയ്യാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഹോണ്ട ബ്രാൻഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ച് വണ്ടികൾ നോക്കുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും പോയി ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക. നല്ലൊരു ടൂറിങ് പർപ്പസ് വണ്ടി തന്നെയാണ് ഹോർണറ്റ്. അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ വലിയ കുറവുകളൊന്നുമില്ല. അത്യാവശ്യം വണ്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വളരെ മെയിൻ്റനൻസ് കുറഞ്ഞൊരു വണ്ടിയാണ് ഹോർണറ്റ്. ഞാൻ ഈ വണ്ടി യൂസ് ചെയ്തിട്ടുള്ളതാണ് പഴയ ഹോർണറ്റ്. അപ്പോൾ അതിൽ കുറവായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഹോർണറ്റിൽ ഏകദേശം നികത്തിയിട്ടുണ്ട്. 5 സ്പീഡ് ഗിയർ ബോക്സും ഒരു കൂളിംഗ് സിസ്റ്റവും അത് മാത്രമാണ് എനിക്ക് ഇപ്പോഴും ഒരു മിസ്സായിട്ട് നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.